ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വി വ്ലോഗ് തൃശ്ശൂർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളും ഗുണങ്ങളും അദ്ദേഹത്തെ ആരാധിക്കുന്ന വഴിയുള്ള ഒരു സവിശേഷതകളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അദ്ദേഹത്തെ ആരാധിക്കുന്നത് വഴി ഏറ്റവും ഗുണം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സുബ്രഹ്മണ്യസ്വാമി ഭൂമി അവതരിച്ച ദിവസമാണ് കുമാരഷഷ്ഠിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഈ ദിവസം സവിശേഷമായ ഗുഹപഞ്ചരത്ന സ്തോത്രം ജപിക്കുന്നത് ഏറെ ഫലപ്രദമാണ്. അത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടം കൈവരും, ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം കൊണ്ടുവരും, ഗൃഹത്തിന് ഐശ്വര്യം കൊണ്ടുവരും എന്നിവയ്ക്കെല്ലാം ഈ പഞ്ചരത്ന സ്തോത്രം ജപിക്കുന്നത് വളരെ ഗുണമാണ്. മാത്രമല്ല മകീരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർക്കും ജാതകത്തിൽ മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം രാശി എന്നീ രാശികളിൽ ചൊവ്വ നിൽക്കുന്നവർക്കും ഈ സ്തോത്രം ജപം അത്യുത്തമമാണ്. വിഷാദ രോഗികൾ, മനപ്രയാസമുള്ളവർ, അല്ലെങ്കിൽ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഈ ഒരു പ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്തവർ, കടബാധ്യത, ലോണ് ഇങ്ങനെയൊക്കെയുള്ളവർ ആണെങ്കിൽ മേടം, വൃശ്ചികം, ധനു, കർക്കിടം ഇവ ജനന ലഗ്നമോ ജന്മരാശിയോ ആയിട്ടുള്ളവർക്കെല്ലാം ദോഷപരിഹാരം നൽകുന്നതാണ് ഗുഹപഞ്ച രത്നസ്തോത്രം. കലിയുഗവരദനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധനയ്ക്ക് ഇന്ന് ഏറെ പ്രശസ്തിയുണ്ട്. കലിയുഗ ദോഷശാന്തി കൈവരുത്താൻ കുമാരസ്വാമി കനിയുമെന്നാണ് വിശ്വാസം. തൻ്റെ ആരാധകരുടെ ജന്മാന്തരമായിട്ടുള്ള സകല പാപങ്ങളെയും സംഹരിച്ച് അവർക്ക് അഷ്ട ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഭക്ത ലോക പരിപാലകനാണ് ശ്രീ മുരുകൻ സ്വാമി. അദ്ദേഹത്തിൻ്റെ ജനനത്തിന് പിന്നിലെ കഥ ഇങ്ങനെയാണ്. ശ്രീ പരാശക്തി തൻ്റെ പുത്രിയായി ജനിക്കണമെന്ന് പ്രാർത്ഥനയോടെ പർവ്വത രാജനായ ഹിമവാൻ വളരെ കാലം തപസ്സനുഷ്ഠിച്ചു. ഒരു ദിവസം അദ്ദേഹം ശിവഗിരി സാനൂരുള്ള പത്മതീർത്ഥത്തിൽ സന്ധ്യാവന്ദനത്തിനെത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കാണാനിടയായി. 1008 ഇതളുകളുള്ള അതീവ ശോഭയോടുകൂടിയ ഒരു ചെന്താമരപ്പൂ ആ സരസിൽ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ആ താമരപ്പൂവിനുള്ളിൽ അതീവ ശോഭയോടെ ഒരു പെൺകുഞ്ഞ് കിടക്കുന്നത് കണ്ട് അതിരറ്റ ആഹ്ലാദവും അത്ഭുതവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നു. ആ ശിശു അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ സാഫല്യമാണെന്ന അശരീരി പെട്ടെന്ന് അവിടെ ആകെ പ്രതിനിധിച്ചു. ഇത് കേട്ടതോടെ ഹിമവാന്റെ ആഹ്ലാദം ഇരട്ടിച്ചു. ആ ഓമന കുഞ്ഞിനെ മാറോടണച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി രാജ്ഞിയായ മേനാദേവിയെ ഏൽപ്പിച്ചു. മാതൃവാത്സല്യത്തോടെ ദേവി ആ കുഞ്ഞിനെ സ്വീകരിച്ചു. രണ്ടുപേരും ചേർന്ന് കുഞ്ഞിനെ സ്നേഹത്തോടെ ലാളിച്ചു വളർത്തി. പർവ്വത നദി ആയതിനാൽ പാർവതി എന്നും ഹിമാൽ പുത്രിയായതിനാൽ ഹൈമവതി എന്നും ആ ശിശുവിന് പേരിട്ടു. ദക്ഷയാഗ സമയത്ത് ദേഹത്യാഗം ചെയ്ത സീതാദേവിയുടെ പുനർജന്മമാണ് ഈ കുഞ്ഞ് എന്ന കാര്യം മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. അതിനാൽ പുത്രിയുടെ ശിവാരാധന താല്പര്യം ആദ്യമൊക്കെ അവർ എതിർക്കുകയുണ്ടായി. ക്രമേണ തങ്ങളുടെ ഓമന മകളുടെ ഇഷ്ടത്തിന് അവർ വഴങ്ങിക്കൊടുത്തു. അതോടെ ശ്രീ പാർവതി സദാ ശങ്കര ഭജനത്തിനും ആരാധനയിലും മുഴുകി. അതിനിടെ അസുരാധിപതിയായ ശൂരപത്മനും സഹോദരനായ സിംഹമുഖനും താരകനും മഹാദേവനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിന് ജനിക്കുന്ന കുമാരൻ മാത്രമേ ഞങ്ങൾക്ക് വധിക്കാനാവൂ എന്ന വരം നേടി. പിന്നീട് ദേവന്മാരെ പല വിധത്തിലും അവർ ഉപദ്രവിച്ചു തുടങ്ങി. ഇത് കണ്ട് ദുഃഖിതനായ ഇന്ദ്രനും ദേവന്മാരും ബ്രഹ്മാവിനോട് സങ്കടമുണർത്തിച്ചു. ബ്രഹ്മാവ് അവരെയും കൂട്ടി വൈകുണ്ഠത്തിലെത്തി ശ്രീഹരിയോട് ശൂരപത്മാസുരൻ്റെ അതിക്രമങ്ങൾ വിവരിച്ചു കൽപ്പിച്ചു. മഹാദേവൻ പാർവതി ദേവിയെ വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ എന്ന് ശ്രീഹരിക്ക് മനസ്സിലായി. ഈ സമയം മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ ശ്രീ പാർവതി തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. എന്നാൽ മഹാദേവനാകട്ടെ പാർവതി ദേവിയുടെ തപസ് ഗൗനിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ മനസ്സ് മാറ്റാൻ ഭഗവാൻ മഹാവിഷ്ണു കാമദേവനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. തപസ്സിൽ മുഴുകിയ മഹാദേവനെ ലക്ഷ്യമാക്കി കാമദേവൻ മലർശരങ്ങൾ തൊടുത്തുവിട്ടു. മനസ്സിളകിയ മഹാദേവൻ